നമസ്കാരം. KSRTC ബസ്സിൽ പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തുന്ന വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ്. തിരുവനന്തപുരം കളിയിക്കാവിള റൂട്ടിലോടുന്ന KSRTC ബസ്സിലാണ് ഒരു കൊച്ചു പെൺകുട്ടിയുടെ മാറിടത്തിൽ അടുത്തിരിക്കുന്ന യാത്രക്കാരൻ കൈ അമർത്തി അതിക്രമം കാണിക്കുന്നത്. ഇതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തിയത് ജോബിൻ എന്ന യുവാവാണ്. ഇയാളുടെ ഇൻസ്റ്റാഗ്രാം പേജായ വഴിപോക്കനിലാണ് ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ പോസ്റ്റിനിടയിൽ വലിയ പ്രതിഷേധമാണ് കമൻറ്റുകളായി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇയാളെ പറ്റിയുള്ള വിവരങ്ങൾ കൂടി ഈ കമൻറ്റുകളിൽ പറയുന്നുണ്ട്. തിരുവനന്തപുരം നെല്ലിമൂട് ഭാസ്കർ നഗറിലുള്ള ഒരാളാണ് എന്നാണ് അതിൽ പറയുന്നത്. എന്തായാലും ഈ ദൃശ്യങ്ങൾ പകർത്തിയ ജോബിൻ ടെലിഫോൺ ലൈനിൽ മറുനാടിനൊപ്പം ചേരുകയാണ്. എന്താണ് ആ ബസ്സിനുള്ളിൽ നടന്നതെന്ന് വ്യക്തമായി ജോബിൻ പറയും. സംഭവം ഞാനാണെങ്കിൽ എൻ്റെ അനിയൻ്റെ ഒരു ഫംഗ്ഷന് വേണ്ടി പൊക്കോണ്ടിരിക്കുകയായിരുന്നു. കുന്നത്തുകാൽ എന്നാണ് സ്ഥലത്തിന്റെ പേര്. അപ്പോഴത്തേക്കും എനിക്ക് 2 ബസ്സാണ് കയറാറുള്ളത്. ഇവിടെ നിന്ന് നേരെ ഡയറക്റ്റ് ബസ് ഇല്ലാത്തതുകൊണ്ട് നെയ്യാറ്റിൻകര ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ബസ് കയറി പോകണം. അപ്പം ഞാൻ വെള്ളായണി ജംഗ്ഷനിൽ നിന്ന് ബസ് കയറി നെയ്യാറ്റിൻകര എത്തണതിന് ഒരു 100-200 മീറ്റർ മുമ്പ് ഞാൻ സീറ്റിൽ നിന്ന് എണീറ്റായിരുന്നു. സീറ്റിൽ നിന്ന് എണീറ്റിട്ട് ഇങ്ങനെ തിരിഞ്ഞതുമാണ് ഞാൻ കണ്ടപ്പം ഈ പുള്ളിക്കാരൻ്റെ കൈയാണെങ്കിൽ ആ കൊച്ചുകുട്ടി തട്ടി മാറ്റണുണ്ട്. അപ്പം ഞാൻ അത് പെട്ടെന്ന് നോട്ട് ചെയ്ത് അപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് അപ്പം അങ്ങനെ വീഡിയോ എടുത്തു. ഒരു 100 മീറ്ററേ ഉള്ളൂ സ്റ്റോപ്പ് എത്താനായിട്ട്. ഇതെല്ലാം ഒരു സെക്കൻഡുകൾക്ക് ഉള്ളിൽ നടന്ന കാര്യമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഞാൻ നോട്ട് ചെയ്തപ്പം പെട്ടെന്ന് അപ്പം തന്നെ ഒരു വീഡിയോ എടുത്ത് വീഡിയോ കിട്ടിയില്ലെന്ന് അറിഞ്ഞൂടാ. പെട്ടെന്ന് അങ്ങനെ ഒരു വീഡിയോ എടുത്ത് ഞാൻ. അപ്പോഴത്തേക്കും ആ കൊച്ചു എണീച്ചായിരുന്നു. എൻ്റെ കൂടെ ആ കൊച്ചും ആ സ്റ്റോപ്പിൽ ഇറങ്ങിയായിരുന്നു. അപ്പോൾ അത് നേരെ കളിയിക്കുള്ള പോണ ബസ്സായിരുന്നു. വേറെ റൂട്ടാണ്, പാറശാല കളിയിക്കുള്ളായിരുന്നു. അപ്പോൾ എനിക്ക് വേറെ ബസ്സായതുകൊണ്ട് ഞാനും ആ കൊച്ചു അവിടെ ഇറങ്ങി. കൊച്ചു വേറെ ഏതൊരു ബസ്സിൽ കയറിപ്പോയി, ഞാനും വേറൊരു ബസ്സിൽ കയറിപ്പോയി. അപ്പോൾ എന്നിട്ട് ഞാൻ അവിടെ ഇറങ്ങിയിട്ട് ബസ്സിൽ ഇരുന്നിട്ട് വീട്ടിൽ ചെക്ക് ചെയ്തപ്പോഴാണ് ഇതേപോലെ വീഡിയോയിലും ഇതേപോലെ അങ്ങേര് നോക്കണതും. പിന്നെ അങ്ങേര് ടച്ച് ചെയ്തപ്പം ആ കൊച്ചാണെങ്കിൽ ഒരു നുള്ളു കൊടുക്കുന്ന പോലെ കൈ വെച്ചിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ആ പുള്ളിക്കാരൻ്റെ കൈ തട്ടി മാറ്റണതും കണ്ടത്. ഞാൻ ചിന്തിച്ച് ഇത്രയേ ഉള്ളൂ. ഞാൻ കണ്ടപ്പോൾ ആദ്യം ഇതേപോലെ കൈ തട്ടി മാറ്റണ കണ്ടിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പം അതിന് മുമ്പ് വരെ ആ കൊച്ചിന് അങ്ങേര് എന്തുമാത്രം ടോർച്ചർ ചെയ്തതാണ് അങ്ങനെ ചിന്തിച്ച് പിന്നെ ഒരു 16 വയസ്സിൽ കൊച്ചു ആ കൊച്ചിന്റെ മനസ്സ് എത്രമാത്രം വേദനിച്ചാണ് എന്നെല്ലാം ചിന്തിച്ചിട്ടാണ് ഒരു വീഡിയോ എടുത്ത് ഇട്ടത്. ആ കുട്ടി ഒറ്റയ്ക്കായിരുന്നല്ലേ? ആ കൊച്ചു ഒറ്റയ്ക്കായിരുന്നു. എനിക്കൊന്ന് ഇൻഡിപെൻഡൻസ് ഡേക്ക് എന്തോ പോയതായിരിക്കും. ഓക്കെ. അപ്പൊ എന്തായാലും ജോബിന് അങ്ങനെ ഒരു വീഡിയോ എടുത്തത് നന്നായി. കാരണം അത് ഇങ്ങനെയുള്ള ഈ ഞരമ്പന്മാർക്ക് ഒരു താക്കീത് കൂടിയാവും. ആരെങ്കിലും ഒക്കെ എവിടെയെങ്കിലും ഇരുന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുന്നതായിട്ടേ ഒരു ഫീൽ ഉണ്ടാവും. ഞാൻ പിന്നെ എനിക്കാണെങ്കിൽ അപ്പൊ ആളുകളൊക്കെ വിളിച്ച് കൂട്ടി ഇഷ്യൂ ആക്കായിരുന്നു. ഇപ്പൊ ഞാൻ വീഡിയോ എടുത്തിട്ടെങ്കിലും ഞാൻ കൊച്ചിന്റെ മുഖം ബ്ലർ ചെയ്ത് ആരൊന്നും അറിയാത്ത രീതിയിലാണ് ഇട്ടത്. പക്ഷെ ഞാൻ അവിടെ ആളെ കൂട്ടിയിരുന്നെങ്കിൽ വേറെ ആൾക്കാരും വന്ന് വീഡിയോ എടുത്ത് ആ കൊച്ചിന്റെ മുഖം ബ്ലർ ചെയ്തിട്ടില്ല. അതിന് ഇടുമ്പം റീച്ച് ആയി കഴിഞ്ഞാൽ ആ കൊച്ചിനൊരു ഇഷ്യൂ ആവും. അത് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് വലിയ കാര്യമായി. പിന്നെ ഞാനും ആയിട്ട് ആ കൊച്ചിന്റെ ഭാവിയൊക്കെ എനിക്ക് കളഞ്ഞു. ഒന്നാമത് ആ പേടിച്ച് കൊച്ചു വരണ്ടാണ് ഇരുന്നത് അവിടെ. ഈ ജോബിനിത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടതിന് ശേഷം പിന്നെ ഇയാളെ പറ്റിയിട്ടുള്ള വിവരം കിട്ടിയല്ലേ? എങ്ങനെ? ഇയാളെ പറ്റിയിട്ടുള്ള വിവരം കിട്ടിയാണ്. ഇയാള് ഇവിടെ നെല്ലിമൂട് ഭാസ്കർ നഗറിലാണ്, ഒരു കോളനിയാണെന്നാണ് പറഞ്ഞത്. അവിടെ ഉള്ള പുള്ളിയാണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത് പോലീസിൽ പരാതി കൊടുക്കാൻ ആരെങ്കിലും പറഞ്ഞോ? അങ്ങനെ എന്തെങ്കിലും ഇത് അറിയിക്കാനോ? ഇല്ല, ഞാനാണെങ്കിൽ മറ്റേ ഇൻസ്റ്റയില് പോലീസിന്റെ അതിൽ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റ സൈബർ സെല്ലിൽ അതിൽ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് ഇതിനെ പറ്റി അറിയത്തില്ല. സ്വന്തമായിട്ട് പോയി പരാതി കൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ കൊച്ചിന്റെ എന്തെങ്കിലും സംഭവിച്ചു, അങ്ങനെയൊക്കെ ഓർത്തിട്ടാണ് ഞാൻ ഇതൊന്നും ചെയ്യാതിരിക്കുന്നത്. വീഡിയോ മാത്രം ഇട്ടത്. ജോബിൻ എന്ത് ചെയ്യാണ്? ഞാനിവിടെ സംസ്കൃത കോളേജില്ലേ, ട്രിവാൻഡ്രം അറിയാവോ? അവിടെ സംസ്കൃത കോളേജിന്റെ ബാക്ക് സൈഡിൽ ഒരു ചായക്കട നടക്കുകയാണ്. ഓ അതെ, ഓക്കെ. അങ്ങനെ ഒരു കാര്യം ചെയ്തതിൽ ഒരുപാട് സന്തോഷം. ജോബിൻ പറഞ്ഞ ഒരു കാര്യം വളരെ പ്രസക്തമാണ്. ഏതെങ്കിലും രീതിയിൽ ഒരു പ്രകോപനം അവിടെ ഉണ്ടാക്കിയിരുന്നെങ്കിൽ ആളുകൾ എല്ലാവരും കൂടി അയാളെ എടുത്തിട്ട് മർദ്ദിക്കുകയും പിന്നീട് ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഈ ദൃശ്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ആ പെൺകുട്ടിയുടെ മുഖമടക്കം സോഷ്യൽ മീഡിയയിൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാതിരുന്നതെന്നാണ് ജോബിൻ പറയുന്നത്. എന്തായാലും ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇയാൾക്കെതിരെ കർശന നിയമ നടപടികൾ എടുക്കണം. മാത്രമല്ല, ഇത്തരം ദൃശ്യം പ്രചരിക്കുന്നതോടുകൂടി ഈ ബസ്സുകളിലൊക്കെ ഇത്തരം ഞരമ്പന്മാരുടെ ഒരു ശല്യം കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആരെങ്കിലുമൊക്കെ ഈ മൊബൈൽ ഫോണിൽ ഇത് പകർത്തുന്നുണ്ടായിരിക്കാം എന്നുള്ളൊരു ചിന്ത വരും. അതെന്തായാലും ഇത്തരം ഞരമ്പന്മാർക്ക് ഒരു പേടി ഉണ്ടാവാനുള്ളൊരു കാരണമാകുമെന്നാണ് കരുതുന്നത്. തിരുവനന്തപുരം നെല്ലിമൂട് ഭാസ്കർ നഗറിലാണ് ഇയാൾ താമസിക്കുന്നതെന്നാണ് കമൻറ്റുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പോലീസ് ഇയാൾക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കണം. ഈ പെൺകുട്ടിക്ക് ഉണ്ടായ പോലെ മറ്റൊരു പെൺകുട്ടിക്കും ഇങ്ങനെ ഉണ്ടാവരുത് എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ജോബിൻ ഈ ഒരു ദൃശ്യം പകർത്തിയതും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ആർ പിയൂഷ്, മറുനാടൻ TV.